കാത്തിരിപ്പിനൊടുവിൽ ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ-അപ്സ് എന്ന ഗീതു മോഹൻദാസ് ചിത്രത്തിന്റെ പ്രത്യേക ടീസർ പുറത്തു വന്നു. യഷിനെ മാസ് ലുക്കിൽ അവതരിപ്പിക്കുന്ന ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ വീഡിയോ, കിഡിലൻ വിഷ്വൽ സ്റ്റൈൽ. അറിയാലോ, ക്യാമറ രാജി രവിയാണ്. ഗീതുവിന്റെ വിഷനും ഒപ്പം ചേരുമ്പോൾ ഒരുങ്ങുന്ന ഒരു വമ്പൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആകുമെന്ന് ഉറപ്പ്. പക്ഷേ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ ചിലർക്ക് ഇരിപ്പുറച്ചില്ല. അരയും തലയും മുറുക്കി സേഡ് ഗീതു എന്ന് പറഞ്ഞ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ അവർ ഉറഞ്ഞു തൂങ്ങി. എന്തിനു വേണ്ടി? സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി. ടീസറിൽ ആക്ഷനൊപ്പം അശ്ലീലവും ഉണ്ടെന്നാണ് ഇവരുടെ വാദം. അശ്ലീലം എന്ന് പറയുന്നത് സെക്സീനാണ്. ഹൈപ്പർ മാസ്കുലിറ്റിയെ കൊണ്ടാടാൻ ഗീതു സ്ത്രീ ശരീരങ്ങളെ വിൽപ്പന ചരക്കാക്കി എന്ന് ഇവർ ഉച്ചത്തിൽ വിളിച്ചുകൂടും. അത് ഗീതു സമ്മതിക്കണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് കടന്നപ്പോൾ ഗീതു സ്ത്രീ ശാക്തീകരണത്തിന്റെ നിർവചനം മാറ്റിയെന്ന് കാണികളെ കൊണ്ട് പറയിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗീതുവിന്റെ പെൺനോട്ടത്തിന് എന്താണ് കുഴപ്പം? ഈ ടീസർ കണ്ട് എന്തിനാണ് ഇവർ പ്രകോപിതരാകുന്നത്? ടീസറിൽ നമ്മൾ കാണുന്നത് ഉഭയസമ്മത പ്രകാരം വന്യമായ രതിയിൽ ഏർപ്പെടുന്ന യഷിന്റെ റായ എന്ന കഥാപാത്രത്തെയും മറ്റൊരു സ്ത്രീയെയുമാണ്. ആക്ഷൻ സീക്വൻസിനിടയിൽ പ്ലേസ് ചെയ്ത ഒരു സെക്സി. ഇതാണ് സ്യൂഡോ സൈബർ സ്ത്രീ ശാക്തീകരണ കമ്മിറ്റിക്കാരെ ഉണർത്തിയത്. ഇവരുടെ കമന്റുകളിൽ നിറയെ സ്ത്രീ വിരുദ്ധതയാണ് എന്നതാണ് ഐറണി. സെക്സ് എന്ന് പറയാൻ മടിച്ചിട്ടാണോ എന്തോ വെറും വൃത്തികേട് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ചിലർ അതിലും മോശം വാക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഇവരാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് DS ഇറയിലെ സെക്സ് സീൻ കണ്ട് സദാചാര കുറുവടിയുമായി ഇറങ്ങിയവർ. ഇവരാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ ദിവ്യപ്രഭയുടെ ക്ലിപ്പ് അന്വേഷിച്ച് ഇറങ്ങിയവർ. ഇവരാണ് കസബയിൽ സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന് പറഞ്ഞ സ്ത്രീകളെ വിടാതെ പുറകെ കൂടിയിരിക്കുന്നത്. ഒരു സെക്സ് സീൻ എങ്ങനെ സ്ത്രീത്വത്തെ മുറിവേൽപ്പിക്കും? രണ്ടു പേർ തമ്മിൽ ഇണചേരുമ്പോൾ അതെങ്ങനെ പെണ്ണിന്റെ മാത്രം അന്തസ്സിന് കളങ്കമാകുന്ന പ്രവൃത്തിയാകും? പരസ്പര സമ്മതപ്രകാരമുള്ള സെക്സ് എങ്ങനെ ഹൈപ്പർ മാസ്കുലിറ്റിയുടെ പ്രതീകമാകും? അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അത് കാണികളുടെ മുൻവിധിയല്ലേ? സിനിമ പോലുള്ള വിഷ്വൽ മീഡിയത്തിൽ എന്തും പ്ലേസ് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട്, സാഹചര്യം പ്രധാനമാണ്. തൊഴിലെടുത്ത സഹപ്രവർത്തകരുടെ മടിക്കുത്തിൽ കയറി പിടിച്ച് ഹീറോയിസം കാണിക്കുന്ന പോലീസുകാരന്റെ പ്ലേസ്മെന്റ് പ്രശ്നമാണ്. എതിരെ നിൽക്കുന്ന സ്ത്രീയെ വെറും വശീകരണ യന്ത്രമായി കാട്ടിയിരിക്കുന്നതും പ്രശ്നമാണ്. ഇതാ ഈ വിവാദ രംഗം എന്ന് പറഞ്ഞ് നിർമ്മാതാക്കൾ തന്നെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിലും വലിയ പ്രശ്നമാണ്. വിമർശിക്കപ്പെട്ടതിന്റെ വേദന സംവിധായകൻ പക പോലെ കൊണ്ടു നടക്കുന്നത് മോശവുമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ടോക്സിക്കിലെ ഗ്രേവ്യാർഡ് സെക്സ്. ഇത് ഒരു പ്രശ്നമാണ്. അതറിയണമെങ്കിൽ ആ പടം വരണം. ആ കഥാപാത്രം ആരെന്നും എന്തെന്നും അറിയണം. ആ രംഗത്തിലെ സ്ത്രീ കഥാപാത്രം കേവലം ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി മാത്രമാണോ എന്നറിയണം. ഇവിടെ അതൊന്നും വ്യക്തമല്ല. എന്നിട്ടും വിമർശന പെരുമഴ. അതിന് കാരണം എല്ലാവർക്കും അറിയാം. സിനിമ എടുത്തത് ഗീതുവാണ്. WCC അംഗമായ ഗീതു മോഹൻദാസ്. അവരെന്താണ് ചെയ്തിരിക്കുന്നത്? ടോക്സിക് എന്ന് പേരിട്ട് ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ-അപ്സ് എന്ന ടാഗ് ലൈനും കൊടുത്ത് ആ പടത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വീഡിയോയിൽ സെക്സ് കാണിച്ചു. പ്രിയ വിമർശകരെ, പലപ്പോഴും തല കൊണ്ടും ചിന്തിക്കാം. ഈ ടീസറിൽ യഷ് മാസ് തന്നെ ആണൊരുത്തൻ. അതിൽ ആർക്കും എതിരഭിപ്രായമില്ല. ഗീതു യഷിനെ അവതരിപ്പിക്കാൻ സെക്സ് സീൻ കാട്ടിയല്ലോ എന്നതാണ് പലരുടെയും പരിഭവം. ഈ ടീസർ ഇറങ്ങും മുമ്പ് സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഗീതു നിരനിരയായി 5 ക്യാരക്ടർ പോസ്റ്ററുകൾ പങ്കുവച്ചിരുന്നു. ഒപ്പം അഭിനേതാക്കൾ എന്ന നിലയിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കുറിപ്പും. മാസ് ലുക്കിൽ സ്റ്റൈലിഷ് ആയിട്ടാണ് ഗീതു തന്റെ നായികമാരെ അവതരിപ്പിച്ചത്. എന്നാൽ അതിൽ മാസ് എലമെന്റുകളെ റദ്ദ് ചെയ്തുകൊണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം പറയുന്നവരുടെ കമന്റുകൾ. അതിൽ നയൻതാരയുടെയും രുക്മിണിയുടെയും വേഷം കണ്ടിട്ട് ഇതാണോ ഫെമിനിസം എന്നാണ് സൈബർ സഹോദരങ്ങൾ ചോദിച്ചത്. എന്തായിരിക്കും ശക്തയായ ഒരു സ്ത്രീ കഥാപാത്രത്തിന് ഇവർ നൽകുന്ന നിർവചനം? അതിന്നും നിഗൂഢമാണ്. ടോക്സിക്കിൽ ആകെ മൊത്തം ഇവർ കാണുന്നത് അശ്ലീലതയാണ്. DS ഇറയെ കണ്ട് ഈ നടി ഏതെന്ന് തിരഞ്ഞു പോയവർ, ദിവ്യപ്രഭയുടെ ലിങ്ക് തിരക്കി നടന്നവർ ഇക്കാര്യത്തിൽ എത്തുമ്പോഴും പതിവ് തെറ്റിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതൊന്നും ഗീതുവിനെ ബാധിക്കുന്നില്ല. സ്ത്രീകളുടെ പ്ലഷർ, കൺസെന്റ് എന്നിവയെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ കരുതലുമായി ചിലർ സോഷ്യൽ മീഡിയ കത്തിക്കുമ്പോൾ അവർ ചിൽ ചെയ്യുകയാണ്. ടീസർ കോടിക്കണക്കിന് വ്യൂവും റിവ്യൂവും വാരിക്കൂട്ടുകയാണ്. ചത്താലും ഫെമിനിസം എന്ന് ഉച്ചരിക്കില്ല എന്ന് ശടിച്ചവർ നിർത്താതെ ചർച്ചയിലാണ്.